Myself CMA Anu Benji, the Managing Director of Profin CMA Campus, also Secretary of ICI Thrissur Chapter. നമ്മൾ ഇന്ന് CMA എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് ഒരു അവയർനെസ് നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെമിനാർ ഓർ വെബിനാർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. പലരും BCom അല്ലെങ്കിൽ BBA ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രീം ആയിരിക്കും, ചിലപ്പോൾ BSCയോ മറ്റേതെങ്കിലും സ്ട്രീമിൽ ഡിഗ്രി ചെയ്യുന്ന കുട്ടികളാവാം. നിങ്ങൾ ഡിഗ്രിക്ക് ശേഷം നോർമലി സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നുണ്ടാവുക ഒന്നെങ്കിൽ ഒരു PG കോഴ്സായിരിക്കും, MCom or MBA. അതല്ലാന്നുണ്ടെങ്കിൽ കുറേ കുട്ടികൾ ഡിഗ്രിക്ക് ശേഷം ഏതെങ്കിലും ജോബിലേക്ക് കടക്കാനാവും ആഗ്രഹിക്കുന്നുണ്ടാവുക. അതല്ല കുറച്ചും കൂടെ നല്ലൊരു ജോബ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ എഫേർട്ട് എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്ന കുട്ടികൾ PSC കോച്ചിങ്ങിനോ ബാങ്ക് കോച്ചിങ്ങിനോ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ഗവൺമെൻറ് ജോബോ അല്ലെങ്കിൽ ബാങ്ക് ജോബോ നേടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന കുട്ടികളുണ്ടാവാം. എന്നാൽ കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിച്ചതുകൊണ്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ട് കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സുകളാണ്. കൊമേഴ്സിൽ നിങ്ങൾക്ക് മുമ്പിൽ 3 പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. CA, CMA, CS പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന കുട്ടികൾ, കുറച്ചും കൂടെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക ഈ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾ പല കുട്ടികളും 2 കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾ എഫേർട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന കുട്ടികൾ, അതല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നത് പോലെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാവാം. നമുക്ക് പബ്ലിക്കിനെ, നിങ്ങളടക്കമുള്ള പബ്ലിക്കിനെ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്നുകിൽ ഷീപ്പ് മെൻ ഓർ ഷീപ്പ് വുമൻ എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ പെർഫെക്റ്റ് മെൻ ഓർ പെർഫെക്റ്റ് വുമൻ. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലേക്ക് വരണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എന്താണ് പെർഫെക്റ്റ് മെൻ ഓർ പെർഫെക്റ്റ് വുമൺ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ പിക്ചറിൽ തന്നെ കാണാം. ഒരു കറക്റ്റ് വിഷനുള്ള വ്യക്തികളായിരിക്കും, ലൈഫിനെ കുറിച്ചൊരു ക്ലിയർ വിഷൻ, ഫോക്കസ് ഉള്ള വ്യക്തികളായിരിക്കും പെർഫെക്റ്റ് മെൻ ഓർ വുമൺ. അവർ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കും, അവർക്ക് വെൽ ഇൻഫോംഡ് ആയിരിക്കും. ഈവൻ നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് പോലും CA, CMA, CS പോലുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ക്ലിയർ പിക്ചർ ഉണ്ടാവില്ല. അപ്പോൾ ഇവർ വെൽ ഇൻഫോംഡ് ആയിരിക്കും, ദെൻ ഇവർക്ക് കുറച്ചും കൂടെ അനലിറ്റിക്കൽ സ്കില്ല് കൂടുതലായിരിക്കും, ദെൻ കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ ഈ പെർഫെക്റ്റ് മെൻ ഓർ വുമൺ ആയി മാറണോ, ഓർ എല്ലാവരും സഞ്ചരിക്കുന്ന വഴിയിലൂടെ ഷീപ്പ് മെൻ, ഷീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിൻകൂട്ടങ്ങളുടെ പ്രത്യേകത എന്താ? മുന്നിൽ പോകുന്ന ആടിനു പിന്നാലെ സഞ്ചരിക്കുന്നവരാണ് പിന്നിലുള്ള എല്ലാ ആടുകളും. അപ്പോൾ മുന്നിൽ പോകുന്ന ആട് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സീനിയേഴ്സിനെയാണ്. നിങ്ങളുടെ സീനിയേഴ്സ് ഏത് വഴിക്കാണോ പോയത്, നോർമലി സീനിയേഴ്സ് സഞ്ചരിക്കുന്നുണ്ടാവുക BCom കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു PG ചെയ്യുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു എന്നൊരു ലെവലിലായിരിക്കും നിങ്ങളുടെ സീനിയേഴ്സ് സഞ്ചരിക്കുന്നുണ്ടാവുക. അതേ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന വ്യക്തികളാവും ചിലപ്പോൾ നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഷീപ്പ് മെൻ ഓർ പെർഫെക്റ്റ് മെൻ ആവണോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എല്ലാവരും സഞ്ചരിക്കുന്ന വഴിയിലൂടെ വളരെ ഈസിയായി സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ എഫേർട്ട് എടുത്തുകൊണ്ട് നല്ല ഒരു വ്യക്തിയായി മാറണോ എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഷീപ്പ് മെൻ ആവണോ ഓർ പെർഫെക്റ്റ് മെൻ ആവണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 3 ഓപ്ഷൻസ് ആണ് CA, CMA, CS പോലുള്ള ചാർട്ടേഡ് കോഴ്സുകളുടെ ഓപ്ഷൻസ്. പക്ഷെ പലപ്പോഴും കുട്ടികൾ ഈ പറയുന്ന ചാർട്ടേഡ് കരിയേഴ്സ് എടുക്കാറില്ല. ഓക്കെ, അതിന് വൈ ഡോണ്ട് യു ചൂസ് ചാർട്ടേഡ് കരിയർ? ഇതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ എനിക്കൊരു 3 ആൻസർ നിങ്ങൾ തരിക, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം ഒരു 3 ആൻസർ. നിങ്ങൾ ആലോചിക്കുന്ന 3 ആൻസറുകൾ എന്താവും? എന്തുകൊണ്ട് നിങ്ങൾ CA, CMA, CS പോലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് മൈൻഡിലേക്ക് വരുന്ന 3 റീസൺസ് എന്തായിരിക്കും? നോർമലി സ്റ്റുഡൻസിൻ്റെ മൈൻഡിലേക്ക് വരുന്ന റീസൺസ് വെറും മിത്സ് ആണ്, കെട്ടുകഥകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് തെറ്റിദ്ധാരണകളാണ് ഈ പറയുന്ന റീസൺസ് എന്ന് പറയുന്നത്. ഒന്ന് ടഫ്നെസ് ആണ്.
ഒന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവാം. മിക്ക കുട്ടികളുടെയും മൈൻഡിലേക്ക് ഈ പ്രൊഫഷണൽ കോഴ്സുകൾ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ടഫ്നെസ് ആണ്, നെക്സ്റ്റ് ടൈം കൺസ്യൂമിങ് ആണ്, നെക്സ്റ്റ് കോസ്റ്റ്ലി ആണ് എന്നുള്ളതാണ്. കോസ്റ്റ് കൂടുതലാണ് ഈ കോഴ്സിന് എന്നുള്ളതാണ്. ഓക്കെ, ഇത് തന്നെയാവും മേ ബി നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ടുള്ള 3 റീസൺസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, ടഫ്നെസ് ഈസ് എ മാറ്റർ ഓഫ് ആറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ടഫ്നെസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ, ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി അല്ലേ, ഡിഗ്രി ടഫാണോ? നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഡിഗ്രി ടഫായിട്ടുള്ള കുറേ കുട്ടികളുണ്ടാവും. +2 ടഫാണോ? 10th 10ാം ക്ലാസ് പഠിച്ചിരുന്നത് ടഫാണോ? ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഗ്രി നിങ്ങൾക്ക് ടഫാണോ? ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ യെസ് എന്നായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ നോ എന്നായിരിക്കും. കാരണം ടഫ്നെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ പഠിക്കാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന BCom ഓർ BBA പോലും ചിലപ്പോൾ ടഫായിരിക്കും. നിങ്ങൾ പഠിച്ച +2 നിങ്ങൾക്ക് ടഫായിരുന്നുണ്ടാവാം, നിങ്ങൾ പഠിച്ച 10th നിങ്ങൾക്ക് ടഫായിരുന്നുണ്ടാവാം. കാരണം ഓരോ എക്സാമിനും വേണ്ട ഒരു പ്രിപ്പറേഷൻസ് ഉണ്ടാവും. ആ പ്രിപ്പറേഷൻ എടുക്കാത്തവർക്ക് ആ എക്സാമുകൾ ടഫായിരിക്കും. അപ്പോൾ ഡിഗ്രി ചെയ്യുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഗ്രി കോഴ്സ് ടഫാവാം, കാരണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരിക്കാം. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക, കുറേ കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവും ഡിഗ്രി വളരെ എളുപ്പമാണ്, പക്ഷെ CMA പോലൊരു കോഴ്സ് ടഫാണ്. അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അരമണിക്കൂറോ 1 മണിക്കൂറോ ആവും ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് പഠിക്കുന്നുണ്ടാവുക, ക്ലാസ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവില്ല. എക്സാമിനോട് അടുക്കുന്ന ഒരു 15-20 ദിവസമായിരിക്കും നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തേണ്ടതായിട്ട് വരിക. പക്ഷെ CMA പോലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്താൽ നിങ്ങൾ എല്ലാ ദിവസവും പഠിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കേണ്ടതായിട്ട് വരും. കുറച്ച് സമയമെങ്കിലും, ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടൈം മാറ്റിവെക്കുകയും ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങൾ കൂടുതൽ സമയം നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് വളരെ ഈസി ആയിട്ട് പാസ്സാവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊരു എഫേർട്ട് എടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന ടഫ്നെസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടഫ്നെസ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പറയുന്ന ചാർട്ടേഡ് കരിയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഡ്യൂറേഷൻ ആവും ചിന്തിക്കുന്നുണ്ടാവുക. CMA പോലുള്ളൊരു കോഴ്സിന് ഡ്യൂറേഷൻ കൂടുതലാണ്. പക്ഷെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഈ പറയുന്ന MCom MBA പോലുള്ളൊരു കോഴ്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളത് പാസ്സായി വരണമെന്നുണ്ടെങ്കിൽ 2 years എടുക്കും. ആക്ച്വലി 2 അല്ല 2.5 yearsലേക്ക് തന്നെ പോകും. കാരണം റിസൾട്ടിനുള്ള ടൈമും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ 2 എന്ന് പറയുന്നതിൽ തന്നെ നിർത്തുകയാണ്. 2 years എടുക്കും നേരിടുക. CMA പോലുള്ളൊരു കോഴ്സ് ക്വാളിഫൈ ചെയ്യാനായിട്ട് 2.5 years ആണ് എടുക്കുക. അപ്പോൾ ആക്ച്വലി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ നേടാൻ വേണ്ടി 2-2.25 വർഷം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടാനായിട്ട് നിങ്ങൾക്ക് എടുക്കുന്ന ടൈം 2.5 വർഷമാണ്. അപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണോ? ആൻസർ നോ. കാരണം നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റം, നിങ്ങൾ ഒരു സ്റ്റെപ്പ് 1 വർഷം കൊണ്ട്, ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ 2 വർഷം കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 50 steps ആണ് 2.5 years കൊണ്ട് നിങ്ങൾ വെക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 വർഷം എടുക്കുന്നതാണോ, 50 സ്റ്റെപ്പ് ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ട് 2.5 വർഷം സ്പെൻഡ് ചെയ്യുന്നതാണോ ടൈം കൺസ്യൂമിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈം കൺസ്യൂമിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ടൈം വെറുതെ ഇവിടെ വേസ്റ്റ് ചെയ്യാണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് 2.5 years കൊണ്ട് നിങ്ങൾക്കൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ടൈം കൺസ്യൂമിംഗ് എന്ന് പറയുന്നതും തെറ്റാണ്. നെക്സ്റ്റ് നിങ്ങൾ പറയുന്നുണ്ടാവുക ഈ പറയുന്ന കോഴ്സ് കോസ്റ്റ്ലി ആണെന്നുള്ളതാണ്. നിങ്ങൾക്ക് ലൈഫ് നേടിത്തരുന്ന ഈ കോഴ്സ് നിങ്ങൾക്ക് കോസ്റ്റ് വരുന്നുണ്ടാവുക. സ്കോളർഷിപ്പിനൊക്കെ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് നോർമലി 99% സ്റ്റുഡൻസിനും സ്കോളർഷിപ്പിന് എലിജിബിൾ ആണ്. സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വരുന്നത് 72,000 ആണ്. അപ്പം നോർമലി ഒരു സ്റ്റുഡൻറ്റിന് ഈ പറയുന്ന കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്കോളർഷിപ്പാണ് ഞാൻ പറഞ്ഞത്, ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ അല്ല. ഗവൺമെൻറ് സ്കോളർഷിപ്പ് ഒക്കെ കഴിഞ്ഞാൽ വരുന്നത് 72,000 ആണ്, രജിസ്ട്രേഷനും കോച്ചിങ്ങും അടക്കം. എന്നാൽ MCom MBA ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക, ഒരു പ്രൈവറ്റ് കോളേജിൽ ചെയ്യുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടാവുക നിയർലി 55,000 ആവും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇത് കോസ്റ്റ്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല.
കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നേടുന്നത് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് മേ ബി 1 or 2 months കൊണ്ട് കവർ ചെയ്യാവുന്ന രീതിയിലുള്ളൂ. അതും ഇനീഷ്യൽ സാലറി കൊണ്ട് കവർ ചെയ്യാവുന്ന കോസ്റ്റ് മാത്രമേ ഈ കോഴ്സിന് വരുന്നുള്ളൂ. അപ്പോൾ കോസ്റ്റ്ലി എന്ന് പറയുന്ന വാക്കും ആക്ച്വലി തെറ്റാണ്. അപ്പോൾ നിങ്ങൾ നോർമലി ഒരു സ്റ്റുഡൻസിനുള്ള 3 തെറ്റിദ്ധാരണകൾ: ഒന്ന്, ഈ കോഴ്സ് ടഫാണ്. ആക്ച്വലി നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ, ഒരു സമയം നിങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് വളരെ ഈസി ആയിട്ട് പാസ്സാവാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഇത് ടൈം കൺസ്യൂമിംഗ് ആണ് എന്ന് പറയുന്നത് തെറ്റാണ്. കോസ്റ്റ്ലി ആണ് എന്ന് പറയുന്നതും തെറ്റിദ്ധാരണയാണ്. എന്താണ് CMA എന്ന് പറയുന്ന കോഴ്സ്? വാട്ട് ഈസ് CMA? CMA എന്ന് പറയുന്നത് ICWAI എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ ഗവൺമെൻറ് 1959 എസ്റ്റാബ്ലിഷ് ചെയ്തു. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ആക്ട് പാസ്സാക്കുകയും അത് പ്രകാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ 1959 സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഒരു കമ്പനി, നിങ്ങൾ അക്കൗണ്ടിങ്ങിൽ പഠിച്ച ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പോലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ ഓഡിറ്റ് ചെയ്യേണ്ടത് CA-കാരാണ്. അതേപോലെ കമ്പനീസ് നിർബന്ധമായും കോസ്റ്റ് റെക്കോർഡ്സുകളും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ കുറച്ചൊക്കെ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ദെൻ കോസ്റ്റ് റെക്കോർഡ്സുകൾ, മറ്റൊന്ന് ഫിനാൻഷ്യൽ റെക്കോർഡ്സുകളാണ്. ഫിനാൻഷ്യൽ റെക്കോർഡ്സ് നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് തരുന്നത് കമ്പനിയുടെ ഓവറോൾ പ്രോഫിറ്റ് ആണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് തരുന്നത് കമ്പനിയുടെ ഓവറോൾ അസറ്റ് ആൻഡ് ലയബിലിറ്റി ആണ്. എന്നാൽ കോസ്റ്റ് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ കമ്പനിക്ക് ഓരോ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോഴും എന്ത് കോസ്റ്റാണ് വരുന്നത്, ഓരോ പ്രൊഡക്റ്റിൽ നിന്നും കമ്പനി ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്താണ്, അതേപോലെ ഏറ്റവും കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണ്, എങ്ങനെയാണ് കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ കമ്പനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കമ്പനീസ് നിർബന്ധമായും കോസ്റ്റ് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ കോസ്റ്റ് കമ്പ്യൂട്ടേഷൻ കറക്റ്റ് ആണോ, കോസ്റ്റ് അലോക്കേഷൻ, അബ്സോർപ്ഷൻ ഒക്കെ കറക്റ്റ് ആണോ, അതേപോലെ ഓരോ പ്രൊഡക്റ്റിനും വന്നിട്ടുള്ള കോസ്റ്റ് പ്ലസ് റീസണബിൾ പ്രോഫിറ്റിനാണോ പ്രൊഡക്റ്റ് വിറ്റുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് തരുന്ന റെക്കോർഡ്സുകളാണ് കോസ്റ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് റെക്കോർഡ്സുകൾ ഒരു വ്യക്തിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫേമിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു നിയമം ഇന്ത്യയിൽ പാസ്സാക്കി. അപ്പോൾ കമ്പനീസ് ഓർ ഓർഗനൈസേഷനുകൾ നിർബന്ധമായും കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയും ഈ റെക്കോർഡ്സുകൾ ഓഡിറ്റ് ചെയ്തിട്ട്, അതിനെ കോസ്റ്റ് ഓഡിറ്റ് എന്നാണ് പറയുക, ഈ കോസ്റ്റ് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്ന നിയമം 1959 ഇന്ത്യയിൽ പാസ്സാക്കി. ആ നിയമത്തിൻ്റെ പേരാണ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ആക്ട്. അതുമായി ബന്ധപ്പെട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൈനൽ എക്സാം പാസ്സായ ആൾക്കാർക്ക് മാത്രമേ ഈ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ICWA എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൈനൽ എക്സാം പാസ്സായ CWA-കാർക്ക് മാത്രമേ ഈ പറയുന്ന കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്ന ഈ വ്യക്തികളെ 2012 തൊട്ട് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് എന്നല്ല അറിയുക, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് എന്നാണ് അറിയുക. അപ്പോൾ 2012 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ പേര് ചേഞ്ച് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് മാറി. 2012 തൊട്ട് ഈ ക്വാളിഫിക്കേഷനുള്ള വ്യക്തികൾ CWA-കാർ എന്ന് പറയുന്ന കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ അറിയുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് എന്നാണ്. കാരണം എല്ലാ രാജ്യങ്ങളിലും CWA-കാർ അറിഞ്ഞിരുന്നത് CMA-കാർ എന്നാണ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് എന്നാണ്. അതേ രീതിയിൽ തന്നെ ഇന്ത്യയിലും നിയമം മാറി, ഇന്ത്യയിലും പേര് മാറ്റി, ഇന്ത്യയിലും CMA എന്ന് പറയുന്ന പേരിലാണ് ഇപ്പോൾ കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് അറിയുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് ഇന്ത്യയിൽ കമ്പൽസറി ആണ്. ഈ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരമുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ആണ്.
ഓക്കെ. ദെൻ നമ്മുടെ നാട്ടിൽ ഏകദേശം CMA ക്വാളിഫൈ ചെയ്തതിന് ശേഷം 1,50,000 to 2,00,000 ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളാണുള്ളത്. അതിൽ ഈ പറയുന്ന കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ CMA ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള വ്യക്തികൾ ഏതാണ്ട് 78,000 മെമ്പേഴ്സോളം ഉണ്ട്. ദെൻ ഇന്ത്യയിൽ 4 റീജിയണൽ കൗൺസിൽസ് ഉണ്ട്. സദേൺ, നോർത്തേൺ അങ്ങനെ പറഞ്ഞിട്ട് റീജിയണൽ കൗൺസിൽസ് ഉണ്ട്. മോർ ദാൻ 5 lakh സ്റ്റുഡൻസ് ഈ കോഴ്സ് പഠിക്കുന്നുണ്ട്. Then CMA institution, that is Institute of Cost Accountants of India എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള CMA ബോഡിയാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് CMA ബോഡിയാണ്. നെക്സ്റ്റ് നമ്മൾ CMAയുടെ കോഴ്സ് സ്ട്രക്ചറാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കോഴ്സ് സ്ട്രക്ചർ ഒന്ന് CAT എന്ന് പറയുന്ന പ്രോഗ്രാം, മറ്റൊന്ന് ഇൻ്റർമീഡിയറ്റ്, ദെൻ നെക്സ്റ്റ് ഫൈനൽ. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് നേരിട്ട് ഇൻ്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഇൻ്റർമീഡിയറ്റ് ലെവൽ ആൻഡ് ഫൈനൽ ലെവലാണ്. ഇൻ്റർമീഡിയറ്റ് 2 ഗ്രൂപ്പുകൾ, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ദെൻ ഫൈനൽ ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4. ഓക്കെ. CAT എന്ന് പറയുന്ന പ്രോഗ്രാം ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ആവശ്യമില്ല. എന്നാൽ ഏതെങ്കിലും കുട്ടികൾക്ക് പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള സിറ്റുവേഷൻ അനുസരിച്ച് ഏതെങ്കിലും എക്സാം എഴുതുന്ന സമയത്ത് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുകയും, പ്രത്യേകിച്ച് കോവിഡിൻ്റെ പീരീഡിൽ ഏതെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യാതെ അവർക്ക് ഏതെങ്കിലും പേപ്പറുകളിൽ അരിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ CAT എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്തുകൊണ്ട് CMA ഇൻ്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. CAT എന്ന് പറയുന്ന കോഴ്സ് രജിസ്റ്റർ ചെയ്യുക, രജിസ്ട്രേഷൻ ഫീസ് പേ ചെയ്തുകൊണ്ട് CATൻ്റെ കോഴ്സ് ജോയിൻ ചെയ്യുക. ദെൻ ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് ജോയിൻ ചെയ്യുക. ദെൻ ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്നതിനിടയിലൂടെ CATൻ്റെ എക്സാം എഴുതുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾ CAT പാസ്സാവും. അപ്പോൾ വേറൊരു ടൈം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ഇൻ്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ദെൻ ഇൻ്റർമീഡിയറ്റും ഫൈനലും നിങ്ങൾക്ക് പഠിക്കാം. അതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CAT ഒരു 1-2 മാസം കൊണ്ട് നിങ്ങൾക്ക് CAT എക്സാം പാസ്സായി ഇതിലൂടെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ CAT അതിൻ്റെ പേപ്പർ ബാക്കിയുള്ള ഡിസ്കഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. നോർമലി ഡിഗ്രി ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസ് ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ എന്ന് പറയുന്ന 2 ലെവലാണ് ചെയ്യേണ്ടത്. ഇൻ്റർമീഡിയറ്റിൽ 2 ഗ്രൂപ്പുകൾ, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഫൈനലിലും 2 ഗ്രൂപ്പുകൾ, ഗ്രൂപ്പ് 3, ദെൻ ഗ്രൂപ്പ് 4. ഓക്കെ. നമ്മൾ ഇൻ്റർമീഡിയറ്റിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക ഏപ്രിൽ. നിങ്ങളുടെ ഡിഗ്രി എക്സാം കഴിഞ്ഞ് മെയ്യിലാണ് ഈ പറയുന്ന ഇൻ്റർമീഡിയറ്റിൻ്റെ ഗ്രൂപ്പ് 1 സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡ്യൂറേഷൻ ആണ് കോഴ്സിൻ്റെ. ഇൻ്റർമീഡിയറ്റിൽ ഗ്രൂപ്പ് 1 മെയ്യിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. മെയ് ടു നവംബർ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. നവംബർ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഒക്ടോബർ അവസാനം വരെയാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ മെയ് ടു ഒക്ടോബർ എൻഡ് വരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും, 6 months. ദെൻ എക്സാമിൻ്റെ ഡേറ്റ് ആണ് ഡിസംബറിലാണ് ഗ്രൂപ്പ് 1ൻ്റെ എക്സാം വരുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഒരു 1.5 months നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവും. ഡിസംബറിലാണ് നിങ്ങൾ ഗ്രൂപ്പ് 1ൻ്റെ എക്സാം എഴുതുക. ഡിസംബറിൽ ഗ്രൂപ്പ് 1ൻ്റെ എക്സാം കഴിഞ്ഞാൽ ഡിസംബറിൽ തന്നെ നമ്മൾ ഗ്രൂപ്പ് 2 സ്റ്റാർട്ട് ചെയ്യും. ഒരു 4 to 5 months ആണ് നിങ്ങൾക്ക് ഗ്രൂപ്പ് 2ൻ്റെ ക്ലാസ് ഉണ്ടാവുക. ദെൻ എക്സാം ജൂൺ 2022 നിങ്ങൾ ഗ്രൂപ്പ് 2ൻ്റെ എക്സാം എഴുതുന്നുണ്ടാവുക. 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മെയ്യിൽ സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ജൂൺ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് CMA എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ 1 വർഷം കൊണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ CMA ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന ലെവലിലേക്ക് മാറുന്നു. ഇൻ്റർമീഡിയറ്റ് ലെവൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ട്രെയിനിങ് ആണ്. ഒരു 12 months നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ജൂൺ 2022 മെയ് 2023 വരെ നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡാണ്. ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് വാങ്ങിച്ചുകൊണ്ട് വർക്ക് ചെയ്യാം, ഒരു ജോബ് ചെയ്യാം. ആ ജോബിൻ്റെ സ്റ്റൈഫൻഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫൈനലിൻ്റെ ഫീസ് പേ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തുടക്കത്തിൽ ഫൈനൽ അടക്കമുള്ള ഫീസ് സ്ട്രക്ചർ പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഈ സ്റ്റൈഫൻഡ് യൂസ് ചെയ്തുകൊണ്ട് ഫൈനലിൻ്റെ ഫീസ് പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് വീണ്ടും
കുറയ്ക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ പാരൻസിന് വരുന്ന കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ 12 മന്ത്സ് ട്രെയിനിങ് പീരീഡ് ആണ്. ഈ ട്രെയിനിങ് കമ്പൽസറി ആണ്. ഈ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് ഉണ്ടാവും, ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും. കൂടാതെ സാറ്റർഡേയോ സൺഡേയോ നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് ഉണ്ടാവും, അതായത് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും ഈ ട്രെയിനിങ് പീരീഡിൽ. ഒരു 5 to 6 hours സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും. കൂടാതെ 2 മണിക്കൂർ ഡെയിലി ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ദെൻ ഈ പറയുന്ന ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 6 months, നോർമലി 6 months ഉണ്ട്, പീരീഡാണ് 6 months, 4.5 monthsോളം നിങ്ങൾക്ക് CMA ഫൈനലിൻ്റെ റെഗുലർ ക്ലാസ് ഉണ്ടാവും. മൺഡേ ടു സാറ്റർഡേ നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് ഉണ്ടാവും. അത് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ഗ്രൂപ്പ് 3 and 4 എന്ന് പറയുന്ന 2 ഗ്രൂപ്പിൻ്റെയും കോച്ചിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ അത് കഴിഞ്ഞ് വരുന്ന ഡിസംബർ 23 നിങ്ങൾ CMA എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഫൈനൽ എക്സാം എഴുതും. 2.5 വർഷം കൊണ്ട് നിങ്ങൾ CMA കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഒന്ന് ഇൻ്റർമീഡിയറ്റ് ലെവൽ 1 year ആണ്, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. അത് കഴിഞ്ഞാൽ ഒരു 12 months ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിൽ നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മോഡിൽ ക്ലാസ് കണ്ടക്ട് ചെയ്ത് പോവും, കണ്ടിന്യൂ ചെയ്ത് പോവും. ദെൻ നെക്സ്റ്റ് ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ ഒരു 4 months നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് വരുന്ന എക്സാമിൽ ഒരു 1.5 months കഴിഞ്ഞ് വരുന്ന എക്സാമിൽ ഡിസംബർ 2023 നിങ്ങൾ CMA ഫൈനൽ എക്സാം എഴുതും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ CMA എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CMA എന്ന് പറയുന്ന കോഴ്സിൻ്റെ സിലബസ് ആണ്. സിലബസ് ഗ്രൂപ്പ് 1 അക്കൗണ്ടിങ്, ലോ, ടാക്സ്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു കാറ്റ് പ്രോഗ്രാം ചെയ്യേണ്ട കുട്ടികൾക്ക്, ഏതെങ്കിലും രീതിയിൽ കാറ്റ് പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികൾക്ക് ചെയ്യേണ്ടതും ഇതേ പേപ്പറുകളാണ്. അതുകൊണ്ട് കാറ്റിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഗ്രൂപ്പ് 1 വരുന്ന അതേ സബ്ജക്റ്റുകൾ തന്നെയാണ്. അപ്പോൾ CMAയുടെ ഗ്രൂപ്പ് 1 വരുന്ന പേപ്പറുകൾ അക്കൗണ്ടിങ്, ലോ, ഡയറക്റ്റ് ടാക്സേഷൻ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഗ്രൂപ്പ് 1 നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച 4 പേപ്പറുകൾ തന്നെ. സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നത് ഗ്രൂപ്പ് 2 ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജി എന്ന് പറയുന്ന പേപ്പറാണ്. കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് FM എന്ന് പറയുന്ന പേപ്പറാണ്. ദെൻ GST, ദെൻ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ്. ഈ ഒരു പേപ്പർ ഒഴിച്ച് ബാക്കി എല്ലാ പേപ്പറുകളും നിങ്ങൾ BCom പഠിച്ചിട്ടുള്ള പേപ്പറുകളാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റിൽ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 4 8 പേപ്പർ ക്വാളിഫൈ ചെയ്താൽ ക്വാളിഫിക്കേഷൻ CMA ഇൻ്റർമീഡിയറ്റ് ആവും. ഇതിൽ 7 പേപ്പറും നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള പേപ്പറാണ്. പക്ഷെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച പോലെ വെറുതെ പഠിക്കുന്നതല്ല, നല്ല രീതിയിൽ എഫേർട്ട് എടുത്തുകൊണ്ട് നന്നായി പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്താൽ ഈ പറയുന്ന കോഴ്സ് വളരെ ഈസി ആയിട്ട് ഇൻ്റർമീഡിയറ്റ് പാസ്സാവാം. അത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് 3, ദെൻ ഗ്രൂപ്പ് 4 ആണ്. സബ്ജക്റ്റുകൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇത് വരണമെന്നില്ല. എന്നാലും ആക്ച്വലി ഈ സബ്ജക്റ്റുകൾ ഏതാണെന്ന് നോക്കിയാൽ എന്താണോ ഇൻ്റർമീഡിയറ്റിൽ പഠിച്ച പേപ്പറുകൾ അത് ഒന്നും കൂടെ അഡ്വാൻസ് ചെയ്ത് പഠിക്കുന്നതാണ് CMA ഫൈനൽ. പുതുതായിട്ട് സബ്ജക്റ്റ് ഒന്നും വരുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റിൽ പഠിച്ച ലോ തന്നെയാണ് കോർപ്പറേറ്റ് ലോ ആൻഡ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. FM ആണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അങ്ങനെ വരുമ്പോൾ ഫൈനലിൽ പഠിക്കുന്ന 4 8 പേപ്പർ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റിൽ പഠിച്ച 8 പേപ്പറുകളെ ഒന്നും കൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നതാണ് CMA ഫൈനൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് CMA സിലബസ്. 4 8 പേപ്പർ ഇൻ്റർമീഡിയറ്റിൽ പഠിച്ച 8 പേപ്പറുകൾ തന്നെ അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നതാണ് CMA ഫൈനൽ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CMA കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചറാണ്. ഒന്ന്, CMAയുടെ ഇൻ്റർമീഡിയറ്റ് 2 ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഇപ്പോൾ 20,000 ആണ്, പക്ഷേ അത് 22 മാറ്റാം. ഞങ്ങളിവിടെ ഇൻഫോം ചെയ്തിട്ടുള്ളത് പുതിയ ഫീസ് സ്ട്രക്ചറിലാണ്. 22,000 ആണ് രജിസ്ട്രേഷൻ ഫീസ്. ഇത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് അയക്കേണ്ട ഫീസാണ്. നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കേണ്ടതല്ല, അത് DD എടുത്ത് അയക്കേണ്ട എമൗണ്ട് ആണ്. then അതേപോലെ ഗ്രൂപ്പ് 3 ഗ്രൂപ്പ് 4 ഫൈനലിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 25,000 ആണ്. അപ്പോൾ ഇത് രണ്ടും രജിസ്ട്രേഷൻ ഫീസാണ്. ഈ രജിസ്ട്രേഷൻ ഫീസിലേക്കാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കോളർഷിപ്പ് കിട്ടുക. നിങ്ങൾക്ക് 15,000 രൂപ പിന്നീട് റീഫണ്ട് കിട്ടുന്നുണ്ടാവും. ഇവിടെയും 15 റീഫണ്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ 15 30 നിങ്ങൾക്ക് റീഫണ്ടായിട്ട് എലിജിബിൾ ആവും.
ദെൻ നെക്സ്റ്റ് കോച്ചിങ് ഫീസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 15 ആണ് 30. ദെൻ ഗ്രൂപ്പ് 3 and 4 കമ്പൈൻഡ് ആണ്. ഈ രണ്ട് ഗ്രൂപ്പിനും കൂടിയുള്ള ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 25,000 ആണ്. ദെൻ ആക്ച്വലി നിങ്ങൾക്ക് ഈ പറയുന്ന 50,000 എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റൈഫൻഡ് യൂസ് ചെയ്തുകൊണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇതാണ് നോർമലി നിങ്ങളുടെ പാരൻസ് പേ ചെയ്യേണ്ട ഫീസ് വരിക. 15,000 30 പ്ലസ് 22 52. ആ 52-ൽ 15,000 സ്കോളർഷിപ്പ് ഉണ്ട്. ആ സ്കോളർഷിപ്പ് കുറച്ചാൽ ഏകദേശം ഫീസ് 37,000 ആണ്. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടുള്ള സ്റ്റൈഫൻഡ് യൂസ് ചെയ്തുകൊണ്ട് പേ ചെയ്യുക. അത് 25 പ്ലസ് 25 50 ആണ്. അതിലും 15,000 സ്കോളർഷിപ്പ് ഉണ്ടാവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ. ബാക്കിയുള്ള എമൗണ്ട് സ്റ്റൈഫൻഡിലൂടെ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഇതൊരിക്കലും ഈ കോഴ്സ് കോസ്റ്റ്ലി ആണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇഫക്റ്റീവ്ലി നിങ്ങൾക്ക് 37,000-ൽ കവർ ചെയ്യാവുന്ന ഫീസേ ഈ കോഴ്സിനുള്ളൂ. ഇനി CMA എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ, ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടിയാൽ നിങ്ങൾക്ക് വരുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? ഒന്ന്, നിങ്ങൾക്ക് പ്രാക്ടീസിങ് അവന്യൂ ഉണ്ട്. അതായത് CA-കാർക്ക് ഫിനാൻഷ്യൽ ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ CA-കാർക്ക് ഓഡിറ്റിങ്ങിനുള്ള ഏരിയകളായിട്ടുള്ള ഈ എല്ലാ ഏരിയകളും CMA-കാർക്ക് ചെയ്യാം. കൂടാതെ CMA-കാർക്ക് മാത്രമായിട്ട് നിർത്തിയിട്ടുള്ള കോസ്റ്റ് ഓഡിറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ CMA ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് ഒരു കമ്പനിയിൽ ജോബ് നോക്കാം. നല്ല ഹൈ പോസ്റ്റുകളിലേക്ക്, ഹൈ പ്രൊഫൈലുള്ള പോസ്റ്റുകളിലേക്ക് ജോബ് നോക്കാം. ഹൈ എമൗണ്ട് സാലറി നേടാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇതേ ഏരിയ തന്നെയാണ് CA-കാർക്കും പ്രാക്ടീസിങ്ങിനുള്ളത്. എക്സെപ്റ്റ് CA-കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും ഇൻകം ടാക്സും ഓഡിറ്റും ഉണ്ട്. CMA-കാർക്ക് കോസ്റ്റ് ഓഡിറ്റ് ആണുള്ളത്. പ്ലസ് ഈ പറയുന്ന എല്ലാ ഓഡിറ്റുകളും CA-കാർക്കും CMA-കാർക്കും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി CMA കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാം. ഒരു ഡോക്ടർ, ഒരു വ്യക്തി MBBS പാസ്സായാൽ വേണമെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതേ കോൺസെപ്റ്റ് തന്നെ CMA കഴിഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാം. ഹൈ എമൗണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പനികളിൽ ഈ പറയുന്ന ഫിനാൻസ് മാനേജറായിട്ടോ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടോ, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിട്ടോ, കോസ്റ്റ് മാനേജറായിട്ടോ വർക്ക് ചെയ്യാം. ഇന്ത്യക്ക് പുറത്തോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ നിങ്ങൾക്ക് ഹൈ എമൗണ്ട് സാലറി വാങ്ങിച്ചുകൊണ്ട് ജോബ് ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഫാക്കൽറ്റി ആയിട്ട് CA, CMA, CS കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിന് 1000 മുതൽ 1500 രൂപ വരെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 5 മണിക്കൂർ നിങ്ങളൊരു ദിവസം ക്ലാസ് എടുത്താൽ 5000 മുതൽ 7500 രൂപ വരെ ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾ പറ്റും. നിങ്ങൾക്കൊരു 20 ദിവസം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ 1 lakh മുതൽ 1,50,000 വരെ ഇൻകം വളരെ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വീണ്ടും തുടങ്ങിയ ഏരിയയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നിങ്ങൾ പെർഫെക്റ്റ് മെൻ ആവണോ ഓർ ഷീപ്പ് മെൻ ആവണോ? ഷീപ്പ് മെന്നിൽ തന്നെ കുറച്ച് എഫേർട്ട് എടുക്കുന്ന വ്യക്തിയാവണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഷീപ്പ് മെന്നിൽ എല്ലാവരും ഫോളോ ചെയ്യുന്ന PG കോഴ്സ് ചെയ്യണോ? ഓർ പെർഫെക്റ്റ് മെൻ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യണോ? അല്ലെങ്കിൽ ഷീപ്പ് മെന്നിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ജോബിന് വേണ്ടിയിട്ടുള്ള ബാങ്ക്, ഗവൺമെൻറ് ജോബിലേക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് നടത്തണോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ MCOM or MBA, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നേരിട്ട് ജോബിലേക്ക് ആവാം. ഓർ MCOM or MBA കഴിഞ്ഞതിന് ശേഷം ആവാം ജോബ് ഉണ്ടാവുക. അത് BCOമിന് ശേഷം ജോബ് എന്നുള്ളതും MCOM or MBAക്ക് ശേഷം ജോബ് ഉള്ളതും നമ്മൾ ഒരേ കാറ്റഗറിയിൽ തന്നെ ഇടുന്നു. ദെൻ പ്രൊഫഷണൽ കോഴ്സ്, ദെൻ ബാങ്ക്, ഗവൺമെൻറ് ജോബ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ജോബ് കിട്ടുക? ഒന്നുമില്ല, ഇവിടെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ജോബിലേക്ക് കിടക്കുന്നു, ഇവിടെയും കോഴ്സ് കഴിയുന്നു നിങ്ങൾ ജോബിലേക്ക് കിടക്കുന്നു. എന്നാൽ ബാങ്ക് ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നോർമലി നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്ക് കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ദെൻ ഗവൺമെൻറ് ജോബിലേക്ക് പോകാനായിട്ട് നിങ്ങൾ PSC ടെസ്റ്റുകൾ എഴുതുന്നുണ്ടാവും, ഇവിടെ ബാങ്ക് ടെസ്റ്റുകൾ എഴുതുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഹാർഡ് വർക്ക്. ആക്ച്വലി ഈ ഒരു പോർഷനിൽ മാത്രമേ ഹാർഡ് വർക്ക് ആവശ്യമില്ലാത്തുള്ളൂ.
ഇവിടെ നോട്ട് റിക്വയർഡ്. ഇതൊരു റെഡ് മാർക്കിലാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ ഇത് ആക്ച്വലി റെഡ് മാർക്കിലല്ല വരേണ്ടത്. ഇതാണ് റെഡ് മാർക്കിൽ വരേണ്ടത് ശരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ. കാരണം ഹാർഡ് വർക്ക് നോട്ട് റിക്വയർഡ്, നിങ്ങളുടെ മൈൻഡിൽ ഹാർഡ് വർക്ക് വേണ്ട എന്ന് പറയുന്നതാണ് ഇഷ്ടപ്പെടുക, പക്ഷെ ആക്ച്വലി അത് നല്ലതല്ല ലൈഫിൽ. അപ്പോൾ ഇവിടെ ഹാർഡ് വർക്ക് നോട്ട് റിക്വയർഡ്, കാരണം MCOM or MBA ആണെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ CA, CMA, CS പോലുള്ള കോഴ്സ് ആണെങ്കിൽ ഹാർഡ് വർക്ക് റിക്വയർഡ്. ഇതിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് വേണ്ട ഏരിയ ആണ് ബാങ്ക് കോച്ചിങ് ആൻഡ് PSC എന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട. കാരണം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അറിയാം. എത്ര പേർക്കാണ് ഈ ടെസ്റ്റ് എഴുതിയിട്ട് ജോബ് കിട്ടുന്നുണ്ടാവുക? ബാങ്ക് ആയാലും PSC ആയാലും എത്ര പെർസെൻറ്റേജ് ഓഫ് വ്യക്തികൾക്കാണ്? റാങ്ക് ലിസ്റ്റിൽ വരുന്നത് പോലും മൈന്യൂട്ട് % റാങ്ക് ലിസ്റ്റ് വരുന്നത്, എന്നിട്ട് പോലും ജോബ് കിട്ടാത്ത ആൾക്കാരാണ്. ബാങ്ക് കോച്ചിങ്ങിന്റെ കാര്യത്തിലും മേ ബി ഒരു 0.5 or 1% വ്യക്തികൾക്കാണ് ജോബ് കിട്ടുന്നുണ്ടാവുക. എന്നാൽ CMA പോലുള്ള ഒരു ക്വാളിഫിക്കേഷൻ നേടുന്നത്, എക്സാം എഴുതുന്നതിന് 10 to 15% CMA-കാരാവുന്നുണ്ട്. ദെൻ 15 to 20% അല്ലെങ്കിൽ 12 to 20% സ്റ്റുഡൻസ് CMA ഇന്റർമീഡിയറ്റ് പാസ്സാവുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ എൻജോയ് ചെയ്തുകൊണ്ട് ഉറപ്പാക്കിക്കൊണ്ട് പഠിക്കാനായിട്ട് പറ്റും. അതാണ് നെക്സ്റ്റ് പോയിന്റ്. സക്സസ് ത്രൂ ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ നേടുമെന്നുള്ളത്? ഇവിടെ നോട്ട് അപ്ലിക്കബിൾ. കാരണം ഹാർഡ് വർക്ക് തന്നെ അപ്ലിക്കബിൾ അല്ല. ദെൻ സക്സസ് ത്രൂ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന പോയിന്റ് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത കുട്ടിക്ക് 100% ഉറപ്പാക്കി പറയാം, ഞാൻ ആ ക്വാളിഫിക്കേഷൻ നേടും, CMA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ നേടുമെന്നുള്ളത് 100% പറയാം. ഇവിടെ നോട്ട് ഗ്യാരണ്ടീഡ്. കാരണം ഹാർഡ് വർക്ക് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ടെസ്റ്റ് എഴുതി കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറിൽ ഇവിടെയാവും 100% വരുന്നുണ്ടാവുക. കാരണം ഇവിടെ നിങ്ങൾ തോൽവി എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ. നിങ്ങൾ കുറേ എക്സാമുകൾ PSC ടെസ്റ്റുകളും ബാങ്ക് കോച്ചിങ്ങും എഴുതുന്ന കുട്ടി ഒരിക്കലും തോറ്റു എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷെ CMA അതിന് വേണ്ട ഹാർഡ് വർക്ക്, ഒരു ദിവസം ഒരു 2 മണിക്കൂറും ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങൾ കൂടുതൽ ടൈമും പഠിച്ചുകൊണ്ട് പോകുന്ന ഒരു കുട്ടിക്ക് 100% ഉറപ്പിൽ അത് പാസ്സാവും. പക്ഷെ അത് പഠിക്കാത്ത കുട്ടി തോറ്റു കഴിഞ്ഞാൽ അയാൾക്ക് വിഷമാവും. പക്ഷെ ഇവിടെ തോൽവി എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ആക്ച്വലി നിങ്ങൾ ലൈഫിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്, വർഷങ്ങൾ നിങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ സക്സസ് എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട, ഈ 3 പ്രൊഫഷണൽ കോഴ്സുകൾക്കേ ഉണ്ടാവുകയുള്ളൂ 100%. ഓക്കെ, ഇനി ഈ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണോ? അത് ഇവിടെ മാത്രമാണ് ആ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. ഇവിടെ കിട്ടുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്ക് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ല. ദെൻ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ്. നിങ്ങളൊരു ഗവൺമെന്റ് ജോബ് കിട്ടി, നിങ്ങൾക്ക് സമൂഹത്തിലൊരു വാല്യൂ ഉണ്ടാവും, നിങ്ങൾക്കൊരു ഏണിങ്സ് ഉണ്ടാവും എന്നുള്ള സമൂഹത്തിനറിയാം. നിങ്ങളൊരു ബാങ്കിൽ ജോബ് കിട്ടി, നിങ്ങൾക്ക് അപ്പോഴും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവും. പക്ഷെ നിങ്ങളൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടി, ഒരു CA-കാരനാണ്, ഒരു CMA-കാരനാണ്, CS-കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ സ്റ്റാറ്റസ് ആണ് സൊസൈറ്റിയിൽ വരുന്നുണ്ടാവുക. അപ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെരി ഹൈ ആണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളത്. ഒരു ഡോക്ടർക്കുള്ള സ്റ്റാറ്റസ് തന്നെയായിരിക്കും ഒരു CA, CMA, CS-കാർക്കുള്ളത്. അപ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് ഈ പറയുന്ന ഹാർഡ് വർക്ക് നിങ്ങൾക്ക് നേടിത്തരുന്നത് 100% സക്സസും ദെൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും വെരി ഹൈയിലുള്ള സോഷ്യൽ സ്റ്റാറ്റസുമാണ്. നെക്സ്റ്റ്, നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ നേടിയതിനു ശേഷം ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി 30, 40, 50 ഒക്കെ ആയിരിക്കാം ബാങ്കിൽ കിട്ടുന്നുണ്ടാവുക. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻകം ഏൺ ചെയ്യാനായിട്ട് ഒരു 2 lakh, 3 lakh ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് പോകണം എന്ന് തീരുമാനിച്ചാൽ ഈ പറയുന്ന PSC ഓർ ബാങ്ക് കോച്ചിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യൂ? ആൻസർ നോ. എന്നാൽ നിങ്ങളുടെ MCOM or MBA നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് പുറത്തേക്ക് പോകാം. ഇവിടെ ഒരിക്കലും പിന്നീട് പുറത്തു പോകില്ല നിങ്ങൾ. കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന എഫേർട്ടിൻ്റെ ഒരു ഗുണവും പുറത്ത് കിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിലുള്ള സാലറി നേടിക്കൊണ്ട് ഇന്ത്യക്ക് പുറത്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ കോഴ്സുകൾ ക്വാളിഫൈ ചെയ്താലുള്ള ഒരു സാലറി പാക്കേജ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. MCOM or MBA കഴിഞ്ഞ ആൾക്കാർക്ക് ഇനീഷ്യലി കിട്ടുന്നുണ്ടാവുക 10 to 15,000 ആവും. CA, CMA, CS കഴിഞ്ഞവർക്ക് 25 to 40 ഈ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും നോർമലി ഗവൺമെൻറ് ജോബും ബാങ്ക് കോച്ചിങ്ങും ഒക്കെ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ,
ദെൻ ഇതൊക്കെ ഗ്രീൻ മാർക്കാണ്, ഇവിടെ വളരെ കുറവാണ്. ദെൻ വിത്തിൻ 3 to 5 years MCOM MBA കാരെ അതേ ലെവലിൽ തന്നെ നോർമലി സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടാവും. പക്ഷേ CMA കാരാണ് അവിടെ ജമ്പ് ചെയ്ത് പോവുക, 60 to 80 മാറിയിട്ടുണ്ടാവും. ദെൻ ബാങ്കിൽ മേ ബി 40-50 മാറിയിട്ടുണ്ടാവാം. അതേപോലെ ഗവൺമെൻറ് ജോബിലും ഇതിലേക്ക് വരണം നിർബന്ധമില്ല, മേ ബി വന്നിട്ടുണ്ടാവാം. ഓക്കെ, ദെൻ എന്നാൽ ഒരു 6 വർഷം കഴിഞ്ഞിട്ടുള്ള പ്രൊഫഷണലിൻ്റെ വാല്യൂ ആണ് സമൂഹത്തിൽ നിങ്ങൾ നോക്കേണ്ടത്, അല്ലാണ്ട് ഇനീഷ്യലി ഉള്ള സാലറി കമ്പാരിസൺ അല്ല. ഒരു 6-7 വർഷം കഴിയുമ്പോൾ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടിയ വ്യക്തിയുടെ കരിയർ ഈ രീതിയിൽ മാറിയിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ. ഇവിടെ 25 നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 1 lakh to 1,50,000 മേ ബി അതിനേക്കാൾ കൂടുതൽ സാലറി ഏൺ ചെയ്തുകൊണ്ട് അവരവരുടെ ലൈഫ് സെറ്റിൽഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വാല്യൂ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവണം. അപ്പോൾ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ കരിയർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. നിങ്ങളുടെ മുമ്പിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരുന്ന ഞാൻ +2 ഡിഗ്രി ആൻഡ് 10th വളരെ ലോ പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിച്ച് ക്വാളിഫൈ ചെയ്ത വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ലൈഫ് രക്ഷപ്പെട്ടത്, എനിക്കൊരു കരിയർ നൽകിയത് CMA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷനാണ്. ഓക്കെ, ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട്, പ്രത്യേകിച്ച് എന്നെപ്പോലെ ഒരാൾ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് നേടാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവണം. ഓക്കെ, ആ ഹാർഡ് വർക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഒരു ജീവിതം, നിങ്ങളിപ്പോൾ 20-21 വയസ്സുള്ള കുട്ടികളായിരിക്കും, നിങ്ങൾ 70, 80, 90 വയസ്സ് വരെ ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. നമുക്കൊരു ആവറേജ് ഒരു 70 years എന്ന് വിചാരിക്കുക. നിങ്ങൾ 70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ 20 വയസ്സ് ആയിട്ടുള്ള വ്യക്തിയാണ്. 50 വർഷം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. ആ 50 വർഷത്തിൽ ഒരു 2-2.5 വർഷം ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണോ, അത് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ജീവിതത്തിലുള്ളത് ഒരു 50 വർഷമാണ്. അതിൽ 2.5 വർഷം ഹാർഡ് വർക്ക് ചെയ്ത് ബാക്കിയുള്ള ജീവിതം എൻജോയ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത 2.5 വർഷം എൻജോയ് ചെയ്തിട്ട് ബാക്കിയുള്ള ജീവിതം ഹാർഡ് വർക്ക് ചെയ്യണോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസിന് മാത്രമേ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. 21 വയസ്സായ ഒരു സയൻസ് സ്റ്റുഡൻസിന് അവരുടെ സ്ട്രീമിൽ രക്ഷപ്പെടാൻ ഇനിയൊരു മാർഗ്ഗമില്ല. മേ ബി ഉണ്ടാവുക ഈ പറയുന്ന ബാങ്ക് ടെസ്റ്റുകളും ഗവൺമെൻറ് ജോബും മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടാനായിട്ടുള്ളൊരു സാധ്യത ഈ പറയുന്ന സയൻസ് സ്റ്റുഡൻസിന് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് കൊമേഴ്സ് സ്റ്റുഡൻസിന് ലൈഫ് രക്ഷപ്പെടാൻ നിങ്ങളുടെ മുമ്പിൽ 3 മാർഗങ്ങളുണ്ട്. അതിൽ വളരെ നല്ല മാർഗമാണ്, കാരണം ഡ്യൂറേഷൻ കുറവാണ്, കുറച്ചും കൂടെ എഫേർട്ട് കുറവാണ്, എന്നാൽ ഹൈ വാല്യൂ കിട്ടുന്ന കോഴ്സാണ് CMA എന്ന് പറയുന്നത്. അപ്പോൾ CMA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ നേടിക്കൊണ്ട് നിങ്ങൾക്ക് ലൈഫ് രക്ഷപ്പെടാം. എന്നാൽ സയൻസിൽ പഠിക്കുന്ന കുട്ടിക്ക് അതില്ല. ഇനി സയൻസിൽ പഠിക്കുന്ന കുട്ടിക്കും ഈ പറയുന്ന കരിയർ വരണമെന്നുണ്ടെങ്കിൽ അവർ കൊമേഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരും. ഓക്കെ, കൊമേഴ്സിൽ മാറിക്കൊണ്ട് അവർക്ക് CMA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ നേടാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഡിഗ്രി ചെയ്ത കുട്ടികൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്, CA, CMA, CS. പക്ഷെ അതിൽ ഞാൻ CA ഒരിക്കലും പറയില്ല, കാരണം ഇനിയും ഒരു 5-6 വർഷം വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ എളുപ്പമാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 2 കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒന്ന് CMA, മറ്റൊന്ന് CS കുറച്ചും കൂടെ തിയറി ഓറിയൻറ്റഡ് ആണ്. തിയറി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് CS സെലക്ട് ചെയ്യാം. ദെൻ പ്രോബ്ലം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് CMA എന്ന് പറയുന്ന കോഴ്സ് സെലക്ട് ചെയ്യാം. 2.5 വർഷം കൊണ്ടൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടാം. ഓക്കെ, നിങ്ങൾ CMA പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇൻ്റർമീഡിയറ്റ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ, തൃശ്ശൂരാണ് ജോയിൻ ചെയ്യാൻ, പ്രൊഫൻസിൻ്റെ തൃശ്ശൂർ ക്യാമ്പസിലാണ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. ദെൻ കുന്നംകുളത്താണെന്നുണ്ടെങ്കിൽ കുന്നംകുളത്തെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഡീറ്റെയിൽസ്. ദെൻ മൈസെൽഫ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അനൂപ് എന്നാണ്, ഈ പറയുന്ന പ്രൊഫൻസിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്, അതേപോലെ തൃശ്ശൂർ ചാപ്റ്ററിൻ്റെ സെക്രട്ടറിയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിലും പേഴ്സണലി എന്നെ വിളിക്കാം. നിങ്ങൾക്ക് CA കുറിച്ചോ CMA കുറിച്ചോ CS കുറിച്ചോ അറിയണമെന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുന്ന കോഴ്സ് CMA മാത്രമാണ്. ബാക്കിയുള്ള കോഴ്സുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, ഇനി ഏതെങ്കിലും ഫോറിൻ കോഴ്സുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു അഡ്വൈസ്, നിങ്ങൾ എഫേർട്ട് എടുക്കാനായിട്ട് തീരുമാനിക്കുക. ലൈഫിൽ സക്സസ് നേടണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ആവശ്യമാണ്. ഓക്കെ, കാണാം.